മാർച്ച് 20-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിലാദ്യത്തത് ഫ്രീബീസുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് ഇലക്ഷൻ സമയത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നൽകാം എന്ന് പറയുന്നത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ രാജ്യസഭാ ചെയർമാൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറെ കൂടി എഫക്റ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നുള്ള ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യസഭാ ചെയർമാനും വൈസ് പ്രസിഡന്റും രണ്ടും ഒന്ന് തന്നെയാണ്. വൈസ് പ്രസിഡന്റിനെയാണ് രാജ്യസഭാ ചെയർമാൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ പാർലമെന്റിൽ നടന്നിട്ടുള്ള ഡിബേറ്റിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഈ ഒരു വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ധങ്കർ അദ്ദേഹം ഈ ഒരു ഫ്രീ ബീസ് നൽകുന്നതിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തു. പ്രത്യേകിച്ചും ഇലക്ടോറൽ അഡ്വാൻറ്റേജിനുണ്ട്. ഇലക്ഷൻ സമയത്ത് സ്ത്രീകൾക്ക് ഇന്ന പൈസ കൊടുക്കാം അല്ലെങ്കിൽ കർഷകർക്ക് ഇന്നിങ്ങനെ പൈസ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രീ ബീസ് സൗജന്യമായിട്ട് ടെലിവിഷൻ തരാം, സൗജന്യമായിട്ട് ഫ്രിഡ്ജ് തരാം എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിന്റെ പൈസ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ലോങ് ടേം ആയിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രൊജക്ട്, റോഡ്, റെയിലുകളുടെ നിർമ്മാണം, ബിൽഡിങ്ങുകളുടെ നിർമ്മാണം, അത്തരത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രൊജക്റ്റുകൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടാണ്. അതുവഴി രാജ്യത്തിന്റെ ഗ്രോത്തിന് വേണ്ടി അതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനു പകരം ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ഇലക്ടോറൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് വീടുകളിലേക്കുള്ള സാധനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഫ്രീബീസ് ആയിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. അത് ഈ ഒരു വലിയ ഡ്രോബാക്ക് ആണ് എന്നും നമ്മുടെ രാജ്യത്തിന് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ച് ഒരു നാഷണൽ പോളിസി ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തു എന്ന് ഓർക്കുക. അപ്പോൾ അതിനു പകരം ഇത്തരത്തിലുള്ള ഫ്രീബീസ് നൽകുന്നതിന് പകരം ഡയറക്റ്റ് സബ്സിഡീസ് നൽകുന്നതാണ് ഒരു ബെറ്റർ വഴി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് ഡെവലപ്ഡ് കൺട്രീസിലും മറ്റുമൊക്കെ നേരിട്ട് സബ്സിഡി നൽകുന്ന രീതിയാണുള്ളത്. അതുവഴി ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. ഇന്റർമീഡിയേറ്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ഒരു സബ്സിഡിയുടെ ബെനിഫിറ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് MP ലാഡ് സ്കീമുകളുടെ, അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം, MP ലാഡ് സ്കീം, MP മാർക്ക് ഒരു വർഷം നിശ്ചിത തുക അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ മണ്ഡലത്തിന്റെ ഡെവലപ്മെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ രാജ്യസഭയിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് നടത്തിയിട്ടുള്ളത് ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ എല്ലാ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റുകളും സ്ട്രാറ്റജിക്കലി അലോക്കേറ്റ് ചെയ്യണം ഫോർ ദ ഗ്രേറ്റർ പബ്ലിക് ഗുഡ് എന്ന രീതിയിലുള്ള ഒരു കമന്റും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ ഈ ഫ്രീബീസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ വരാറുണ്ട്. അപ്പോൾ ഇത് റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തത് റീസെന്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ കമ്മ്യൂണൽ വയലൻസ് കലാപവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കലാപം, അതിന്റെ കാരണം എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 17-ാം തീയതി 2025 ഒരു കമ്മ്യൂണൽ വയലൻസ് നാഗ്പൂരിൽ എറപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് റൈറ്റ് വിങ് ഹിന്ദു ഓർഗനൈസേഷൻസ് ഔറംഗസീബിന്റെ ടോംബ് നാഗ്പൂരിലുണ്ട്, അതിനെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുകയും അതിനുശേഷം എഫിഗി, അതായത് കോലം കത്തിക്കുക എന്ന് പറയാം, ഒരു സ്കൾച്ചർ അല്ലെങ്കിൽ മോഡൽ ഓഫ് എ പേഴ്സണാണ് എഫിഗി എന്ന് പറയുന്നത്. കോലം കത്തിക്കുക, ഔറംഗസീബിന്റെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്ലോഗൻസ് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടോംബ് റിമൂവ് ചെയ്യുന്നതിന് ഭാഗമായിട്ട്. ഇതിനെ തുടർന്ന് അവിടെ ഖുറാനിക് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഖുറാൻ കത്തിച്ചു എന്ന് പറയുന്ന ഒരു ഈവന്റ് നടന്നതായിട്ട് അഭ്യൂഹങ്ങൾ പരക്കുകയും അതിന്റെ തുടർച്ചയായിട്ട് അവിടെ ഒരു കലാപം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇത്തരം കലാപങ്ങൾ എന്ന് പറയുന്നത് അതായത് ആക്ച്വൽ റീസൺ കൊണ്ട് ഉണ്ടാവുന്നില്ല, വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ നാഗ്പൂർ വയലൻസ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നിട്ടുള്ളത്. കാരണം ഔറംഗസീബിന്റെ ലെഗസി ഉപയോഗിച്ചുകൊണ്ട് റൂളിംഗ് പാർട്ടീസ് ഈ ഒരു എക്കണോമിക് ഇഷ്യൂസിനെ നിന്നും ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവയാണ് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന രീതിയിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഫാമേഴ്സിന്റെ ഡിസ്ട്രസ്, ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള എക്കണോമിക് ഇഷ്യൂസിൽ നിന്നും വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഈവന്റുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ടൊക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും കമ്മ്യൂണൽ വയലൻസുകൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ഡിസ്ട്രസ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ശ്രമം നടന്നിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റ് പറയുന്നത് വെച്ചാൽ റീസെന്റ് ആയിട്ട് ഛാവ എന്ന് പറയുന്ന ഒരു ഫിലിം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിലിമാണ് ഇതിന് കാരണമായിട്ടുണ്ടായത് എന്നാണ് ഗവൺമെന്റ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഔറംഗസീബ് എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ ത്രെട്ടൊക്കെ ഉണ്ടാക്കി ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ എതിരാക്കി മാറ്റുന്നതിന് വേണ്ടിയും അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു നാഗ്പൂരിൽ ഈ ഒരു
കലാപം പോലെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിവിധ സമൂഹത്തിലെ വിവിധ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഇന്റർഫെയ്ത്തിനെ ബാധിക്കുന്ന, അതിനെ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഗവൺമെന്റ് പക്ഷേ ഈ ഒരു സിനിമയാണ് കുറ്റമായിട്ട് പറയുന്നതെന്ന് കൂടി ഓർത്തുക. ഈ ഒരു ഫിലിമാണ് വയലൻസിന് ട്രിഗർ ചെയ്തത് എന്നാണ് ഗവൺമെന്റ് പറയുന്നതായിട്ടുള്ളത്. എന്നാൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് മാറണം, കുറച്ചുകൂടി അവരുടെ നെറേറ്റീവ്സ്, അവർ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തണം എന്നാണ് എഡിറ്റോറിയൽ പറയുന്നിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിലുള്ള സോഷ്യോ എക്കണോമിക് ചാലഞ്ചസിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. സിവിൽ സൊസൈറ്റി ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സും ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസും ഒക്കെ വെച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഇത്തരം ശ്രമങ്ങളെ റെസിസ്റ്റ് ചെയ്യാനും കൂടി തയ്യാറാവേണ്ടതായിട്ടുണ്ട് എന്നും എഡിറ്റോറിയലിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത സുനിത വില്യംസ് സ്പേസിൽ നിന്നും തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എഡിറ്റോറിയൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാസയുടെ ആസ്ട്രോനട്സ് അതുപോലെ തന്നെ കൊസ്മോനട്ടും ഒക്കെ സേഫ്ലി എർത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്പേസ് എക്സിന്റെ മൊഡ്യൂളിൽ അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഭൂമിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ സുനിത വില്യംസും ബാരി വിൽമോറും ഇവർ രണ്ടുപേരുമാണ് ഒരു ടെസ്റ്റ് ഫ്ലൈറ്റിനായിട്ടാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ കുറച്ച് ദിവസത്തേക്ക് പോയതാണെങ്കിൽ 9 മാസത്തോളം അവിടെ തങ്ങേണ്ടി വന്നു, അവരുടെ പോയ വെഹിക്കിളിന്റെ ഇഷ്യൂസ് കാരണം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർലൈനറിന് ഒരുപാട് പ്രോബ്ലംസ് ലോഞ്ചിങ്ങിന് ശേഷം ഉണ്ടായിരുന്നു. ഇത് ആസ്ട്രോനട്സിന്റെ സേഫ്റ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറി എന്നുള്ളതാണ്. അതേസമയത്ത് മീഡിയാസും പൊളിറ്റിക്കൽ സ്പെക്കുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സുനിത വില്യംസിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, ഒരു പെൻസിൽ പോലും പൊക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് ഹെവൻ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്പേസ് ക്രാഫ്റ്റ് മാൽ ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കാലങ്ങളോളം തങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നാസയുടെ അഡ്ഹറൻസ് സേഫ്റ്റി പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത് ലോഞ്ച് സ്ക്രബ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസിൻ്റെ ഒക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല തുടങ്ങിയിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇൻഹറന്റ് റിസ്ക് ഉള്ളതാണ്. ആ റിസ്കിനെ അഡ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രോട്ടോകോൾസ് ഓൾറെഡി മിഷനിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കാം. പക്ഷേ സ്പേസിലെ ഏജൻസീസ് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തേണ്ടതായിട്ട് പബ്ലിക്, കാരണം പബ്ലിക്കിലേക്ക് സ്പേസ് ഏജൻസീസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മീഡിയാസ് ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടുന്നതായിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെറ്ററൻ ആയിട്ടുള്ള ആസ്ട്രോനട്സ് ഒക്കെയാണ് അയച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും അവരുടെ സേഫ്റ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുകയും നാസയെ പോലുള്ള ഏജൻസീസ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്, അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള മിസ്യൂസിന് സാഹചര്യത്തിന് ഒതുക്കും എന്നാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലും ആസാമിലും ഒക്കെ നടന്നിട്ടുള്ള സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ പ്രോസസ്സിനെ വെച്ചുകൊണ്ടാണ് ഓദർ ഇത്തരത്തിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സിന്റെ കൺസേൺസ്, പ്രത്യേകിച്ചും അത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് ഡാറ്റ വെച്ചിട്ട് ഈ ഒരു മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക. ഉദാഹരണത്തിന് ഇതാണ് കേരളമെങ്കിൽ കേരളത്തിന്റെ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇത് പോപ്പുലേഷൻ അനുസരിച്ച് ടോട്ടൽ സീറ്റുകൾ എത്രയാണെന്ന് നോക്കി പോപ്പുലേഷൻ ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഇതിന്റെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പവർ ഇംബാലൻസിന് കാരണമാകുന്നു, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിഫറൻസിനെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നൊരു ഇഷ്യൂ ആണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ 2 സജഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, പാർലമെന്ററി സീറ്റുകളെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ നിലവിലുള്ള രീതിയിൽ തന്നെ സീറ്റുകളെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് അതിർത്തികൾ മാത്രം മാറ്റുക എന്നുള്ളതാണ്. മറ്റൊന്ന്, രാജ്യസഭാ സീറ്റുകളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 5 ജിയോഗ്രഫിക് സോണുകളായി തിരിച്ചുകൊണ്ട് രാജ്യസഭാ സീറ്റുകളെ അതിന് ഈക്വലന്റ് ആയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹോം മിനിസ്ട്രിയുടെ അധികാരത്തിന്റെ പുറത്തേക്ക് സോണൽ കൗൺസിലുകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യമൊക്കെ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കൺസേൺസിന് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഉദാഹരണം 2022 ജമ്മു ആൻഡ് കാശ്മീരിൽ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജമ്മു ഇലക്ടേഴ്സിന് ഡിസ്പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വോട്ടിംഗ് വെയിറ്റ് കിട്ടുന്ന രീതിയിലാണ്, ജമ്മുവിന് കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് അവിടെ ഡീലിമിറ്റേഷൻ ചെയ്തിട്ടുള്ളതെന്നാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ജിയോഗ്രഫിക് ബൗണ്ടറീസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇല്ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് കൺസ്റ്റിറ്റ്യുവൻസീസ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണൽ ക്രൈറ്റീരിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരു പ്രത്യേക കൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും ഹിന്ദു മെജോറിറ്റി കൺസ്റ്റിറ്റ്യുവൻസീസ് കൂടുതൽ രൂപീകരിക്കുന്ന രീതിയിലും നേരത്തെ മുസ്ലിം മെജോറിറ്റി കൺസ്റ്റിറ്റ്യുവൻസിനെയൊക്കെ അവിടുന്ന് മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഏരിയാസിനെ കുറേയൊക്കെ മാറ്റിക്കൊണ്ട് ഹിന്ദു മെജോറിറ്റി കൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കി മാറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പം
ഈ ഒരു വ്യത്യസ്ത പോപ്പുലേഷൻ സൈസ് ഉള്ള കൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെയാണ് രൂപീകരിച്ചത് എന്നുള്ള ക്രിറ്റിസിസവും വരുന്നുണ്ട് എന്ന് ഓർക്കുക. ഇതേപോലെ തന്നെ ആസാമിൽ 2023 ഡീലിമിറ്റേഷൻ എക്സസൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അസംബ്ലി സീറ്റുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്റ്റുകളെയും മറ്റുമൊക്കെ മേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം മേർജ് ചെയ്ത സമയത്ത് നേരത്തെ മുസ്ലിം മെജോറിറ്റി ഉണ്ടായിരുന്ന കൺസ്റ്റിറ്റ്യുവൻസീസിൽ എല്ലാം തന്നെ ഹിന്ദു അതുപോലെ ട്രൈബൽ സീറ്റുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാരണമായിട്ടായി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും പോപ്പുലേഷൻ സൈസുകൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായി മാറുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള രീതിയിൽ ഭരിക്കുന്ന പാർട്ടി ഒരു മതത്തിനെ ബേസ് ചെയ്ത പാർട്ടീസ് ഒക്കെ ആണെങ്കിൽ മതപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കമ്മ്യൂണൽ ഡിമാർക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാലഞ്ച് 2026 ഡീലിമിറ്റേഷൻ 2026 സെൻസസ് നടന്നതിന് ശേഷമുള്ള ഡീലിമിറ്റേഷനിൽ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ വോട്ടേഴ്സിനെ പോളറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കമ്മ്യൂണൽ ടാക്ടിക്സ് ആസാമിലും ജമ്മു ആൻഡ് കാശ്മീരിലും ഒക്കെ ഉപയോഗിച്ചതുപോലുള്ള കമ്മ്യൂണൽ ടാക്ടിക്സുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി അതുപോലെ തന്നെ പ്ലൂറലിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയാണ് എന്നുകൂടി ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ്. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരും അവർ നമ്മുടെ രാജ്യത്തേക്ക് അയക്കുന്ന റെമിറ്റൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ബ്രീഫ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് അയക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് UAE ആണ്. ഇന്ത്യയുടെ മൊത്തം റെമിറ്റൻസിന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അയക്കുന്ന പൈസയാണ് നമ്മൾ റെമിറ്റൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അത് 2016-17 26.9% ഉണ്ടായിരുന്നെങ്കിൽ 23-24 19.2% കുറഞ്ഞ് സൗദി അറേബ്യയുടേത് 11.6 നിന്ന് 6.7 കുറഞ്ഞിട്ടുണ്ട്. കുവൈത്തിൻ്റെത് 6.5 നിന്ന് 3.9 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെമിറ്റൻസ് ഷെയർ ഗൾഫ് കൺട്രീസ് എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. എന്നാൽ US നിന്നുള്ളത് 22.9% നിന്ന് 27.7% വർദ്ധിച്ചിട്ടുണ്ട്. UKയുടേത് 3.4 നിന്ന് 10.8. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ഇപ്പോൾ US ലാണെന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡ് ആണ് UAEക്ക് വരുന്നത്. ഈ ഒരു ഇന്റർചേഞ്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. UKയുടെ ഷെയർ 3% നിന്ന് 10.8%. അതായത് കൂടുതൽ ഇന്ത്യക്കാർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഗൾഫ് കൺട്രീസിലേക്കല്ല, യൂറോപ്യൻ കൺട്രീസ് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ US UK തുടങ്ങിയുള്ള വെസ്റ്റേൺ കൺട്രീസിലേക്കാണെന്ന് ഓർത്ത് വെക്കാം. ഇനി സ്റ്റേറ്റ് ലെവൽ റെമിറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്നത് മഹാരാഷ്ട്രക്കാണെന്ന് ഓർത്ത് വെക്കുക. 20.5% ആണ്. നേരത്തെ 16.7% ആണ്, അത് വർദ്ധിച്ചിട്ടുണ്ട്. കേരളക്ക് 19.7%, തമിഴ്നാടുവിന് 10.4% എന്നുകൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയുടെ റെമിറ്റൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. അടുത്താണ് ഡ്രോൺസും അതും ഉണ്ടാക്കുന്ന സെക്യൂരിറ്റി ചാലഞ്ചസുമായി ബന്ധപ്പെട്ടാണ്. ഡ്രോൺസിനെ നമുക്ക് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന രീതിയിൽ കോമൺ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും ഡ്രോൺസിനെ. അപ്പോൾ ഇത് വലിയൊരു സെക്യൂരിറ്റി ചാലഞ്ച് ആണല്ലേ. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ജനറലി ലെസ് ത്രട്ടനിങ് എന്ന രീതിയിലാണ് ഉപയോഗിക്കുക. കാരണം അതിൽ പൈലറ്റോ വ്യക്തികളോ ഒന്നുമില്ല. എയർക്രാഫ്റ്റോ ഒരു ഫൈറ്റർ ജെറ്റോ വരുന്നതിനേക്കാൾ കുറഞ്ഞ അപകടം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ മിക്കവാറും ഇത് അൺആർമഡ് ആയിരിക്കും. ഇതിൽ ആയുധങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിൻ ആയിട്ട് സർവൈലൻസ് പർപ്പസിന് വേണ്ടിയുള്ള ക്യാമറാസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഹ്യൂമൻ പൈലറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു ഡയറക്റ്റ് ആക്ട് ഓഫ് അഗ്രഷൻ ആയിട്ട് ഒരു യുദ്ധത്തിൽ ഡയറക്റ്റ് അറ്റാക്ക് ആയിട്ട് കരുതാറില്ല എന്നുകൂടി ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ മറ്റൊന്നാണ് ലെസ് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഈവൻ ഒരു ഡ്രോണിനെ അയച്ചു ആ ഡ്രോൺ നശിച്ചു പോയാലും വലിയ ചെലവില്ല. ഒരു ഡ്രോണിന് ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപയൊക്കെ ചെലവുണ്ടാവുള്ളൂ മാക്സിമം പോയാൽ എന്നുകൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതിന് ലോവർ റിസ്ക് ആണ്. ഹ്യൂമൻ ലൈഫ് ഒന്നും ഇൻവോൾവ് അല്ല. ഒരു വിമാനത്തിനെ സർവൈലൻസ് അയക്കുന്നു, അത് അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അതിർത്തി രാജ്യം അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്കി ആണ്. അതുകൊണ്ട് തന്നെ നോർമലി ഡിഫൻസ് അപ്ലിക്കേഷൻസിന് ഡ്രോൺസുകളെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഡ്രോൺസുകൾ അതിർത്തി കടന്നു പോയി കഴിഞ്ഞാലും വലിയ ഒരു അറ്റാക്ക് അതിനെ കാണാറില്ല. ഉദാഹരണത്തിന് യുഎസിന്റെ ഡ്രോൺ 2019 ഇറാൻ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ US അതിനെ ഒരു യുദ്ധമായിട്ട് കണക്കാക്കിയിട്ട് തുടർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2023 US ഡ്രോണിനെ റഷ്യ വെടിവെച്ചിട്ടപ്പോഴും അതും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് UAVs വെടിവെച്ചിടുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല, ഒരു റിസ്കി മിഷനായിട്ട് കണക്കാക്കുന്നില്ല കമ്പയർഡ് ടു ഒരു പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ചാലഞ്ചാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ അതിർത്തി രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നൊക്കെ ഒരുപാട് UAVs വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും സ്മഗ്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, ബംഗ്ലാദേശിൽ നിന്ന് സർവൈലൻസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇന്ത്യയും ഇത്തരത്തിലുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളിലേക്ക് പോകേണ്ടതായിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന്. കാരണം ഈ ഡ്രോണുകൾ വരുമ്പോൾ അതിനെ വെടിവെച്ചിടുക എന്ന് പറഞ്ഞാലും അതും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ
എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസൈലൊക്കെയാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. അതിനു പകരം ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാർജർ UAVs വരുന്ന സമയത്ത് അവയെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്. കാരണം വലിയ ടെൻഷൻസോ വലിയൊരു യുദ്ധത്തിലേക്കോ നയിക്കാത്ത രീതിയിൽ നമ്മളൊരു ഫൈറ്റർ ജെറ്റ് വിട്ട് അതിനെ തകർക്കുന്ന സമയത്ത് അത് ഒരു യുദ്ധം പോലെയൊക്കെ അത്തരത്തിൽ രൂപപ്പെടാത്ത രീതിയിലേക്ക് പോകണം. അപ്പോൾ ഇത്തരത്തിൽ UAVയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ആ ഒരു മേഖലയ്ക്ക് അനുസൃതമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത് UPI ട്രാൻസാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാബിനറ്റ് 1500 കോടിയുടെ ഇൻസെന്റീവ്സ് ബാങ്കുകൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് UPI ട്രാൻസാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്? അപ്പോൾ സ്മോൾ UPI പേയ്മെന്റ്സ് 2000 രൂപയ്ക്ക് താഴെയുള്ള UPI പേയ്മെന്റ്സ് ചെയ്യുമ്പോൾ ആ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന് ബാങ്കുകൾക്ക് നിലവിൽ UPI ട്രാൻസാക്ഷൻസ് ഫ്രീ ആണ്. ബാങ്കുകൾക്ക് കമ്മീഷൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ബാങ്കുകൾക്ക് 0.15% ഇൻസെന്റീവ് നൽകുന്നുണ്ട്. അതായത് ഒരാൾ 1000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ബാങ്കുകൾക്ക് 1.5 രൂപ കിട്ടുന്ന രീതിയിൽ ഒരു ഇൻസെന്റീവ് നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക, സ്മോൾ മെർച്ചൻസുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിന് മാത്രമാണ് ഇത് കിട്ടുക. അപ്പോൾ ഇത് UPIയുടെ അക്സെപ്റ്റൻസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും മെർച്ചൻസിന് ഫ്രീ ആയിട്ട് നേരത്തെ കാർഡ് പേയ്മെന്റ് ഒക്കെയാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ അതിനൊരു ട്രാൻസാക്ഷൻ ചാർജ് ബാങ്കുകൾ ഈടാക്കും. അപ്പോൾ മെർച്ചൻസിന് ഈ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവർ അതിൽ നിന്ന് ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഇതുവഴി നമ്മുടെ രാജ്യത്ത് UPI ഗ്രോത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും, അതിന്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 20,000 കോടിയുടെ UPI ട്രാൻസാക്ഷൻസ് ആണ് വരുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇൻസെന്റീവ്സ് നൽകുന്നത്. ഇതേപോലെ ഇൻസെന്റീവ്സ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ ഉണ്ടായത് 3631 കോടി രൂപയാണ് റുപേ ഡെബിറ്റ് കാർഡ് ഇൻസെന്റീവ്സ് ആയിട്ടും അത്തരത്തിലുള്ള UPIയുടെ ഇൻസെന്റീവ്സ് ആയിട്ടൊക്കെ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും അവരുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അവരുടെ BPL പോപ്പുലേഷൻ വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് വാദിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും സുപ്രീം കോടതി പറയാണ് അതെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൽ BPL പോപ്പുലേഷൻ വളരെ കൂടുതലാവുക അതേസമയത്ത് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാവുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തെ വിശദമായി പരിശോധിക്കണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ ഹൈ ഡെവലപ്മെന്റ് റേറ്റും അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് 70% ആൾക്കാർ BPL ബിലോ പോവർട്ടി ലൈനിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിഷയത്തിലാണ്, അതായത് പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ജെന്യൂൻ ആയിട്ടുള്ള പോവർട്ടി അലവിയേഷൻ മെത്തേഡുകളെ ജെന്യൂൻ ആയിട്ടുള്ള പോവർട്ടി അലവിയേഷൻ സ്കീമുകളെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജ്യത്ത് ഗ്രോയിങ് ഇനീക്വാലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു. കാരണം ഇൻകം വർദ്ധിക്കുന്നുണ്ട്, ആൾക്കാർക്ക് ദാരിദ്ര്യരേഖ താഴെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ഈ ഇൻകം മുഴുവൻ വളരെ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ മാത്രമായിരിക്കും ഈ ഒരു ഇൻകത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. ഭൂരിഭാഗം ആൾക്കാരും പോവർട്ടിയിൽ തന്നെയായിരിക്കും. അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടോ എന്നും കോടതി പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ റേഷൻ കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൺസിഡറേഷന്റെ അടിസ്ഥാനത്തിലാണ് APL BPL ഒക്കെ ആക്കി തിരിക്കുന്നത് എന്നുമുള്ള ഒരു ക്രിറ്റിസിസം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഒരു മേഖലയിൽ കറപ്ഷനും മിസ്മാനേജ്മെന്റും വളരെ റാമ്പന്റ് ആണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഭക്ഷണം കിട്ടുക എന്നുള്ളത്. റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് നൽകുന്നതിൽ പോലും പലതരത്തിലുള്ള അഴിമതി ഇൻവോൾവ് ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതേസമയത്ത് ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്തെ 81.35% പോപ്പുലേഷനും ഗവൺമെന്റ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് നൽകുന്നുണ്ട് എന്നുള്ള ഒരു വാദവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഇനിയും നടക്കും. അപ്പോൾ അപ്ഡേറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്ക് വേണ്ടിയിട്ട് പോർട്ട് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് 4500 കോടിയുടെ ഒരു പുതിയ നാഷണൽ ഹൈവേ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് അപ്രൂവൽ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് ആണ് ഒരു 6 ലൈൻ ഹൈവേ മഹാരാഷ്ട്രയിൽ പറയുന്നതായിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയിൽ നിന്ന് ചൗക്കിലേക്കാണ്. ഏകദേശം 29 കിലോമീറ്റർ നീളത്തിലാണ് ഹൈവേ. NH 348 ആണ് ഇതിന്റെ പേരുള്ളത്. ഇതൊരു ഗ്രീൻ ഫീൽഡ് ആണ്, പുതിയ ഹൈവേ ആണെന്ന് പറഞ്ഞാൽ 4500 കോടി രൂപയാണ് പ്രൊജക്ട് കോസ്റ്റ് ആയിട്ട് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ, അതായത് പ്രൈവറ്റ് പാർട്ടീസ് ബിൽഡ് ചെയ്യണം, അവരത് ഓപ്പറേറ്റ് ചെയ്യണം, ഒരു നിശ്ചിത വർഷത്തിന് ശേഷം അത് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഒരു മോഡലിലാണ്
ഈ ഒരു നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ PM ഗതി ശക്തി എന്ന് പറയുന്ന നാഷണൽ മാസ്റ്റർ പ്ലാന്റെ പോർട്ട് കണക്ടിവിറ്റി ഒക്കെ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഇതുവഴി ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്കുള്ള കണ്ടെയ്നർ ട്രാഫിക് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ന്യൂ നേവി മുംബൈ പോർട്ടിലേക്കുള്ള കണ്ടെയ്നർ ട്രാൻസ്പോർട്ടും മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. ഈ ഒരു ഹൈവേ ലോജിസ്റ്റിക്സും അതുപോലെ തന്നെ ട്രാവൽ ടൈമും ഒക്കെ കുറക്കാൻ സഹായിക്കും. ഇത് മുംബൈ പൂനെ ഹൈവേ NH48, മുംബൈ ഗോവ നാഷണൽ ഹൈവേ NH66 തുടങ്ങിയവയായിട്ടൊക്കെ കണക്ട് ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ 2 ടണലുകളുണ്ട്. പ്രത്യേകിച്ചും ഹില്ലി ടെറൈൻസ് വരുന്ന സ്ഥലത്ത് ഈ ഒരു ട്രക്കുകൾക്കും മറ്റുമൊക്കെ കയറ്റം കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി 2 ടണലുകളും ഈ ഒരു റൂട്ടിൽ വരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ ട്രെൻഡുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡ് പ്രൈസുകളുടെ വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസേൺ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ എക്കണോമിയുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഇൻഫ്ലേഷൻ. നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ അത് CPI ആയിക്കോട്ടെ WPI ആയിക്കോട്ടെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുഡ് പ്രൈസസ് പക്ഷേ വർദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് റിപ്പോർട്ടുകൾ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ സർവീസ് സെക്ടറിന്റെ എക്സ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ രാജ്യത്തെ എക്സ്റ്റേണൽ ട്രേഡിനെ ഇത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷനും അവയുടെ വിലയും ഒക്കെ വലിയ കൺസേൺ ആയി മാറുന്നുണ്ടെന്നാണ്. നമ്മുടെ രാജ്യത്ത് നല്ല ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ട്, റിസർവോയർ ലെവൽസ് ഒക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ കുറവായിരിക്കും, സാധനങ്ങൾ വില കുറഞ്ഞു കിട്ടും. അതേ സമയത്ത് ഈ ഒരു സാഹചര്യം മോശമായി മാറും, ക്ലൈമറ്റ് ഒക്കെ മോശമായി മാറുവാണെങ്കിൽ സാധനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയുകയും അത് ഇൻഫ്ലേഷന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള കൊമോഡിറ്റി പ്രൈസസിലുള്ള വേരിയേഷൻസ് ഈ ഒരു പ്രെഡിക്റ്റബിൾ വെതറും ഒക്കെ കാരണം കൊണ്ട് ഉണ്ടാവാം എന്നുള്ളതും കൂടെ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്തെ ഷുഗർ പ്രൊഡക്ഷൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെവലാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആണ് ഈ ഒരു ഡാറ്റ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഷുഗർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റ എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അവർ ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗേഴ്സ് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 280 ലക്ഷം ടൺ ഷുഗർ ആണ് നമ്മുടെ രാജ്യത്ത് ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഒക്ടോബർ 2024 സെപ്റ്റംബർ 2025 ഇടയിൽ ഈ ഒരു ഷുഗർ മാർക്കറ്റിംഗ് സീസണിൽ ഈ ഒരു ഷുഗർ അവൈലബിൾ ആയിരിക്കും എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ പ്രൊഡ്യൂസിങ് കൺട്രീസ് നോക്കി കഴിഞ്ഞാൽ ലോകത്തിലെ മൊത്തം ഷുഗർ പ്രൊഡക്ഷന്റെ 80% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ അതുപോലെ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള കൺട്രീസ് ആണ്. ഏറ്റവും ടോപ്പ് ലീഡർ എന്ന് പറയുന്നത് ബ്രസീലാണ്. 2023 കണക്ട് ആണ്, ബ്രസീലാണ്. ഇന്ത്യ തൊട്ട് താഴെയുണ്ട്. പിന്നെ ഉള്ളത് തായ്ലൻഡ് ആണ്, പിന്നെ ഉള്ളത് ചൈനയാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. പിന്നെ USA, പാകിസ്ഥാൻ, റഷ്യ, മെക്സിക്കോ, ഓസ്ട്രേലിയ, ഈജിപ്ത് എന്നിങ്ങനെ പോകുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ബ്രസീൽ, ഇന്ത്യ, തായ്ലൻഡ്, ചൈന, US ഇവരാണ് പ്രധാനപ്പെട്ട 5 ലാർജസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസർ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയുടെ മൺസൂണുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മുടെ സമ്മർ സീസണിലേക്ക് കടക്കുവാണ്, നമുക്ക് ജൂണിൽ മൺസൂൺ വരും. അപ്പോൾ ഈ ഒരു മൺസൂണും എൽനിനോയും ലാനിനയും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഈ ഒരു മൺസൂൺ പ്രഡിക്ഷൻ പ്രോപ്പറായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും മൺസൂൺ ഫോർകാസ്റ്റുകൾക്ക് വെയിറ്റ് ചെയ്യാണ്, ഈ വർഷത്തെ മൺസൂൺ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ ഒരു മൺസൂൺ എന്നുള്ളത് അത് എൽനിനോ അതുപോലെ തന്നെ ലാനിന പ്രഡിക്ഷൻസുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. കാരണം ലാനിനയും എൽനിനയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലൈമറ്റ് മാറ്റം ഉണ്ടാവും. ഉദാഹരണത്തിന് ലാനിനയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ കാണാൻ പറ്റും. അതായത് ഇത് പസഫിക് ഓഷ്യൻ ആണ്. പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ, അതായത് ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഒക്കെ വരുന്ന സൈഡിൽ അവിടെ വാം വാട്ടർ ഉണ്ടാവും. വാം വാട്ടർ ആണെങ്കിൽ ഇവിടെ കൂടുതൽ മോയ്സ്ചർ ഉണ്ടാവും. ഈ കൂടുതൽ മോയ്സ്ചർ ഇന്ത്യയിലേക്കും മറ്റുമൊക്കെ വന്ന് കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാനിന കണ്ടീഷനിൽ ഇന്ത്യക്ക് കൂടുതൽ മഴ കിട്ടും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എൽനിനോ എന്ന് പറയുന്നത്. സെൻട്രൽ ഓഷ്യൻ ചൂട് കൂടും, അതുപോലെ തന്നെ ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലാണ് കുറച്ചുകൂടി വാർമിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മോയ്സ്ചർ പ്രൊഡക്ഷൻ കുറവായിരിക്കും, കിട്ടുന്ന മഴ കുറവായിരിക്കും. എൽനിനോയിൽ ലെസ് റെയിൻ ആയിരിക്കും, ലാനിനയിൽ മോർ റെയിൻ ആയിരിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം 2024 ലാനിനെയാണ് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യക്ക് കൂടുതൽ മഴ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാരണം സീ സർഫസ് ടെമ്പറേച്ചറും മറ്റുമൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ ഈ ഒരു പാറ്റേൺ ഒക്കെ പെട്ടെന്ന് മാറുക ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള സീ സർഫസ് ടെമ്പറേച്ചർ പാറ്റേൺ വളരെ അൺയൂഷ്വൽ ആണ്. കോൾഡ് അനോമലീസ് വെസ്റ്റ്വാർഡും വാം വാട്ടർ അനോമലീസ് ഈസ്റ്റ്വാർഡും ആണ്. അപ്പോൾ ഇത് ഡേറ്റ് ലൈൻ എൽനിനോ, അതായത് എൽനിനോ ഏകദേശം കഴിയുന്നു, അതേസമയത്ത് ലാനിനോ തുടങ്ങുന്നുമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെയാണ് ഇത് കടന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻസോ, അതായത് ലാനിന
എൽനിനോ പ്രതിഭാസത്തെയാണ് എൻസോ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എൻസോ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് പ്രഡിക്ഷൻസ് അത്ര സ്മൂത്ത് അല്ല എന്നുള്ള രീതിയിലാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് ലാനിന ഇയർ ആയിരിക്കോ, നോർമൽ ഇയർ ആയിരിക്കോ, അല്ല എൽനിനോ ഇയർ ആയിരിക്കോ 2025 എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. ഇപ്പൊ 2023 മൺസൂൺ എന്ന് പറയുന്നത് നോർമൽ ആയിരുന്നു. ഈവൻ ദോ എൽനിനോ ഉണ്ടായിരുന്നെങ്കിൽ പോലും നോർമൽ മൺസൂൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, ഇന്ത്യൻ ഓഷ്യനിലെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു നോർമൽ മൺസൂൺ കിട്ടിയതാണ്. ഓർത്ത് വെക്കുക, ഈവൻ അതും ഡിബേറ്റഡ് ആണ്, അത് കൃത്യമായിട്ട് സയന്റിഫിക്കലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഓർത്ത് വെക്കുക. പക്ഷെ ഓർത്ത് വെക്കേണ്ട ഗ്ലോബൽ വാർമിംഗും അതുപോലെ അൺയൂഷ്വൽ ആയിട്ട് ഇത്തരത്തിലുള്ള എൽനിനോ പോലുള്ള പാറ്റേണുകളെല്ലാം തന്നെ ഈ ഒരു പ്രഡിക്ഷൻസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻസോ ട്രാൻസിഷൻ മോഡിലാണ് നിലവിലുള്ളത്. അതായത് എൽനിനോ കഴിഞ്ഞ് ലാനിന തുടങ്ങുന്നതിനിടയിലുള്ള ഒരു മോഡലാണ്. അതേ സമയത്തുള്ള ഹെമിസ്ഫിയറിലുള്ള ക്ലൈമറ്റ് വാരിയബിലിറ്റി ഒക്കെ വളരെയധികം എൽനിനോയും ലാനിനോയും ഒക്കെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ETM എന്ന് പറയുന്നത് ലാനിന ട്രാൻസിഷന് അൺഫേവറബിൾ ആയിരുന്നു 2024. അതുകൊണ്ടാണ് ഈ ഒരു ഫോർകാസ്റ്റുകൾ ഫെയിലിയർ ആയി പോയത് എന്നും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻസോ അതുപോലെ തന്നെ ജെറ്റ് സ്ട്രീമുകളുടെ കാര്യം ഇതെല്ലാം തന്നെ മൺസൂണിനെയും സൈക്ലോണുകളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള അത് വലിയൊരു ഇംപ്ലിക്കേഷൻ ക്ലൈമറ്റിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറെ കൂടി ചാലഞ്ചിങ് ആയി മാറുന്നു എന്നുള്ളതാണ് ഓർത്തു വെക്കുക. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് മോഡൽസ് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഫോർകാസ്റ്റുകൾ നൽകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വാർണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. ഈ ഒരു ഫോർകാസ്റ്റുകൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയി മാറുന്നു. തെറ്റായിട്ടുള്ള ഫോർകാസ്റ്റുകൾ വരുന്നത് അത് അഗ്രികൾച്ചറൽ സെക്ടറിനെ ബാധിക്കുകയും അത് ക്രോപ്പിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുകയും അത് ഇൻഫ്ലേഷൻ പോലുള്ള സാഹചര്യങ്ങൾക്ക് കാരണം നോക്കുക. ഇപ്പോൾ ഇന്ത്യൻ ഫാമേഴ്സ് എന്ന് വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മൺസൂൺ ഫോർകാസ്റ്റുകൾ വളരെ ഡിപ്പെൻഡന്റ് ആണ്. മഴ വരുന്നതിന് തൊട്ട് മുന്നേ അവർ വിളവെടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കറന്റ് അൺസർട്ടിനിറ്റി പറഞ്ഞാൽ വർദ്ധിച്ചു വരികയാണ്. ഗവൺമെന്റ് കുറെ കൂടി റിലയബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മോഡലുകൾ കൊണ്ടുവരണം. അഗ്രികൾച്ചറൽ പ്ലാനിങ്ങിനെയും ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുക്കണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ക്ലൈമറ്റ് കമ്മ്യൂണിറ്റിയുമായൊക്കെ ചേർന്നുകൊണ്ട് ഫോർകാസ്റ്റിംഗ് ആക്യുറസി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ചും ഹീറ്റ് വേവ്സിന്റെ ഓൺസെറ്റും അതുപോലെ മൺസൂണിന്റെ ഓൺസെറ്റും ഒക്കെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ആധാർ ID സ്റ്റുഡൻസിന് മാൻഡേറ്ററി ആണോ എന്നുള്ളതാണ്. ഓൾറെഡി നമ്മളിത് മൾട്ടിപ്പിൾ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് ഇത് മാൻഡേറ്ററി അല്ല, വോളണ്ടറി ആണ്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് മാൻഡേറ്ററി ആയിട്ട് എൻറോൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. ഈ ഒരു വിഷയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ടൈംസ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക.